ഹായ്, കിസ്മത്ത് വാൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചിക്കൻ, ഒരു 4 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മല്ലിയില, മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല. ഇത്രയാണ് നമുക്ക് തയ്യാറാക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. നന്നായിട്ട് വഴറ്റി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. കുക്കറിലാകുമ്പോൾ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗണായിട്ട് വരണം. നന്നായിട്ട് ആ ഉള്ളിയൊക്കെ വെന്ത് നന്നായിട്ട് വഴണ്ടണം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉള്ളിയും തക്കാളിയൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റാം. അതൊരു സെക്കൻഡ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ. വെന്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് വഴറ്റി നല്ല വഴണ്ട് വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും. അതിലേക്ക് നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു മൂത്തൊരു മണം വരുമല്ലോ, അതുവരെ നന്നായിട്ട് നമുക്ക് വഴറ്റാം. അടിയിലൊന്നും പിടിക്കാതെ ഇടയ്ക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ മൂത്ത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും. ആ ചിക്കനിൽ തന്നെ ഒരു വെള്ളമുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിൽ അല്പം പച്ച ഉലുവയില്ലേ, ഒരു 1/4 ടീസ്പൂൺ, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒരു ഉളുമ്പ് സ്മെല്ലുണ്ട്. അപ്പോൾ ആ ഒരു മണവും അങ്ങ് മാറും. പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിക്കൊള്ളണേ. ഇതിൽ ഉപ്പ് പാകമാണ്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മസാലയും
ചിക്കനൊക്കെ. ഇതിലേക്ക് നമുക്ക് മല്ലിയില, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്തേക്കണേ. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്, നല്ല ടേസ്റ്റിയുമാണ്.